വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മളിന്ന് പുതിയ മെസ്സേജ് സീരീസിൻ്റെ 3-ാം ഭാഗത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അടുത്തൊരു തലത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്, വെളിപ്പാട് നമ്മളുമായി പങ്കുവെക്കാൻ പോവുകയാണ്. സോ പാസ്റ്റർ ഡേമിയൻ അല്പനിമിഷത്തിനുള്ളിൽ നമ്മളോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. ബട്ട് അതിനു മുമ്പ് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ ചില സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, അവരെ അനുഗ്രഹിച്ച് ബ്ലെസ് ചെയ്യാം. നമുക്കിന്നൊരു ഇലൈറ്റ് സ്പോൺസറാണുള്ളത്, എറണാകുളത്ത് നിന്നുള്ളൊരു വെൽവിഷറാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററിൻ്റെ മക്കളും അപ്പോൾ തന്നെ കൊച്ചുമക്കളും രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ ആ സന്ദേശം അവരുടെ കണ്ണുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ സിസ്റ്റർ ആഗ്രഹിക്കുന്ന ലോകത്തിലെ എല്ലാവർക്കും ഈ രക്ഷയുടെ സന്ദേശം കേൾക്കണം, അവർ രക്ഷിക്കപ്പെടണം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടിയുള്ള ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കട്ടെ, അതിനുവേണ്ടിയുള്ള വ്യക്തികൾ, ഇതിൽ കേൾക്കുന്ന വ്യക്തികൾ പോലും അതിനുവേണ്ടി അഭിഷേകം അങ്ങ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുമായി സുവിശേഷം പങ്കുവെക്കുവാൻ ആ ഒരു ഉത്തരവാദിത്വത്തിലൂടെ കർത്താവ് ഒത്തിരി പേർ എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ നമുക്കൊരു കോ സ്പോൺസർ ഉള്ളത് സിസ്റ്റർ അനു ഫ്രം എടപ്പള്ളി. ഇന്ന് സിസ്റ്റർ അനുവിടെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഡിയർ സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ച് സിസ്റ്ററെ ബ്ലെസ് ചെയ്യുന്നു. സിസ്റ്ററിൻ്റെ ലൈഫിൽ ഈ വർഷം സകല വാഗ്ദാനങ്ങളും നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ മകൻ ആഷുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അബുദാബിയിൽ ആ ബാങ്ക് ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. മകൾ മറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ജോലി ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ 2 മക്കളെയും ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. ദൈവ ആരോഗ്യം, ദൈവിക സമാധാനം എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. നമുക്കൊരു കോ സ്പോൺസറും കൂടി ഉള്ളത്. വി ഹാവ് നീതു രഞ്ജിത്ത് ആൻഡ് നിത്യ രഞ്ജിത്ത് ഫ്രം ന്യൂ ജേഴ്സി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അന്ന് ന്യൂ ജേഴ്സിയിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. ഇന്ന് ഏമിയുടെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഡിയർ എമി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ബ്ലെസ് ചെയ്യുന്നു. മകൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മാർഗ്ഗനിർദ്ദേശത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. അപ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് ദൈവിക ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വി ബ്ലെസ് ദം ഇൻ ദി നെയിം ഓഫ് ദി ഫാദർ ആൻഡ് ഓഫ് ദി സൺ ആൻഡ് ദി ഹോളി സ്പിരിറ്റ്. കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഇൻ ജീസസ് നെയിം വി പ്രേ. ആമേൻ. ഒത്തിരി നന്ദിയുണ്ട് ഇന്നത്തെ സ്പോൺസേഴ്സ്. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ്. ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തികൾക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഈ ആഴ്ച ദുബായിൽ നമ്മുടെ മിറക്കിൾ നൈറ്റ് നടക്കുന്നു വിത്ത് ഡോക്ടർ ബെറ്റി കിങ്. ഒരു അതിശക്തമായ ഒരു ദൈവിക വനിതയാണ് നമ്മളുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ പോവുകയാണ്. സോ UAE നിന്ന് കാണുന്ന എല്ലാവരും നിങ്ങൾ ഈ ഫ്രൈഡേ നൈറ്റ് നിങ്ങൾ നേരിട്ട് കടന്നു വരിക. ആമേൻ. അപ്പോൾ തന്നെ നമ്മുടെ ഗ്ലോ മീറ്റിംഗ് നവംബർ മാസത്തിൽ നടക്കുന്നു. സോ അതിനുവേണ്ടി എല്ലാ വിമൻ, എല്ലാ സിസ്റ്റേഴ്സും, 21 വയസ്സിന് മുകളിലുള്ള എല്ലാ സിസ്റ്റേഴ്സും ജോയിൻ ചെയ്യുക. സിസ്റ്റർ ഇവാഞ്ചലിൻ പോൾ ദിനകരൻ, സിസ്റ്റർ പാസ്റ്റർ മോനിക്ക സജ്വാൻ, പാസ്റ്റർ റീബ ഗോഡ്ലി തുടങ്ങി അനേക ദേവദാസികൾ വന്ന് നമ്മൾ ശുശ്രൂഷിക്കാൻ പോവുകയാണ്. നമ്മുടെ ഓൺ പാസ്റ്റർ ഷമ ഡാമിൻ എല്ലാം ഉണ്ടായിരിക്കും. സോ അതിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും നമ്മുടെ എസ്പെഷ്യലി സിസ്റ്റേഴ്സിന് ഒരുങ്ങാം, രജിസ്റ്റർ ചെയ്യാം. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് കടക്കാം. Jesus Christ was the Son of the living God. He had to learn to deal with people that people did not like. But he moved in the power of the Holy Spirit. He moved in authority, so every demon that came near him, he subdued it. Couldn't leave it alone, maybe it's my fault. I need Jesus, Jesus. I need Jesus, Jesus. Break the chains I'm bound, I wanna be free. Need the Son of God to come and save me. I need Jesus, Jesus. I need Jesus. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ഗോഡ്സ് മേജർ വേസ് ഓഫ് പ്രൊവൈഡിങ് ഫോർ അസ്. നമുക്ക് വേണ്ടി ദൈവം കരുതുന്ന, നൽകുന്ന പ്രധാനമായ കാര്യങ്ങൾ 6. തിങ്കൾ മുതൽ ശനി വരെ ഈ 6 ഓരോന്നെടുത്ത് നമ്മൾ ചിന്തിക്കുകയാണ്. തിങ്കളാഴ്ച നമ്മൾ കണ്ടത് ആദ്യത്തേതാണ് നേച്ചർ ഓർ ക്രിയേഷൻ, ദ ക്രിയേറ്റഡ് വേൾഡ്. ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൽ ഇവിടെ ജീവിക്കുന്ന 800 കോടി മനുഷ്യരിപ്പോൾ ഉണ്ടെങ്കിൽ അതിൽ ഓരോരുത്തർക്കും വേണ്ട ധാരാളമായതുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്തുകൊണ്ട് ചിലർക്കില്ല ചിലർക്കുണ്ട്? അത് ഒറ്റ കാര്യമുള്ളൂ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കറക്റ്റല്ല മനുഷ്യൻ്റെ. ദൈവം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
മീൻ ആവശ്യത്തിന് മീനില്ല, ആവശ്യത്തിന് ഇറച്ചിയില്ല, ആവശ്യത്തിന് പച്ചക്കറിയില്ലേ. എല്ലാ വ്യക്തികൾക്കും വീട് പണിത് ജീവിക്കാനുള്ള കല്ലിവിടെയില്ലേ? എല്ലാം ഇവിടെ ഉണ്ട്, സാമഗ്രികളെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മൊത്തം തെറ്റി. എല്ലാവർക്കും ധാരാളമായി ആസ്വദിക്കാനുള്ളതെല്ലാം പ്രപഞ്ചത്തിൻ്റെ നിർമ്മാതാവായ നമ്മുടെ പിതാവ്, നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ മനുഷ്യനാണത് ചിലർ കൂടുതൽ കൈ പിടിച്ച് വെച്ചിരിക്കുന്നു, ചിലർ കൊടുക്കുന്നില്ല, സ്വാർത്ഥരാണ് പൂഴ്ത്തി വെച്ചിരിക്കുന്നു. പലവിധ കാരണങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട്, ഇതൊക്കെ കൊണ്ട് കുറേ പേര് ദരിദ്രരായും കുറേ പേര് മിഡിൽ ക്ലാസ്സായും കുറേ പേര് ഭയങ്കര ധനാഢ്യന്മാരൊക്കെ ആയി മാറിപ്പോകുന്നു. അത്രേ ഉള്ളൂ. പക്ഷേ ഈ സൃഷ്ടിയിലൂടെയാണ് ദൈവം എല്ലാവരെയും പോറ്റുന്നത്. എല്ലാം ഇവിടെ ഉണ്ട്. അതാണ് ഒന്ന്. രണ്ടാമത്തേത് വർക്ക്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വർക്ക്. എല്ലാവരും കൈ ഇങ്ങനെ പിടിക്കുക. എൻ്റെ കൈകളുടെ അധ്വാനം എന്ന് വെച്ചാൽ കൈ കൊണ്ടെല്ലാം ചെയ്യുന്ന അർത്ഥത്തിലല്ല ഞാൻ ചെയ്യുന്ന ജോലി. കമ്പ്യൂട്ടറിലിരുന്നായിരിക്കാം, ഡോക്ടറായിരിക്കാം, കെട്ടിടം പണിയായിരിക്കാം, വടവർ ഇറ്റ് ഈസ്, ബിസിനസ് ആയിരിക്കാം, ശുശ്രൂഷ ആയിരിക്കാം. അതിലൂടെ ഒരു സപ്ലൈ ഉണ്ട്. വട്ട് എവർ ഇറ്റ് ഈസ്, അതിലൂടെ ഒരു സപ്ലൈ ഉണ്ട്. ഇന്ന് അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ ഒത്തിരി കഴിഞ്ഞു. ഇന്നലത്തേതും മിനിഞ്ഞാന്നത്തേതും ആർക്കെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി യൂട്യൂബിലോ ആർക്കൈവ്സിലോ ഒക്കെ പോയി അത് കണ്ടുപിടിക്കുക. നമ്പർ 3, God provides through people and partnerships. മൂന്നാമത്തേത് ജനങ്ങൾ. നമ്പർ 1, God's hands. ദൈവത്തിൻ്റെ തന്നെ കരങ്ങൾ നമുക്ക് നൽകുന്നു. രണ്ടാമത്തേത് നമ്മുടെ കൈകൾ, അതിലൂടെ തരുന്നു. മൂന്നാമത്തേത് പീപ്പിൾസ് ഹാൻഡ്സ്, ജനങ്ങളുടെ കൈകളിലൂടെ നമുക്ക് തരും, അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ. ഗോഡ് പ്രൊവൈഡ്സ് ത്രൂ പീപ്പിൾ ആൻഡ് പാർട്ണർഷിപ്സ്. ജനങ്ങളിലൂടെയും പങ്കാളിത്തത്തിലൂടെ, മറ്റുള്ളവരുമായുള്ള നമ്മുടെ പങ്കാളിത്തങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളിലൂടെ കർത്താവ് ചെയ്യുന്നു. സപ്ലൈ ത്രൂ പീപ്പിൾ അല്ലെങ്കിൽ സപ്ലൈ ത്രൂ അതേഴ്സ് ഹാൻഡ്സ്, മറ്റുള്ളവരുടെ കൈകളിലൂടെ. സോ ഡിവൈൻ സപ്ലൈ ഓഫ്റ്റൻ കംസ് ത്രൂ ഹ്യൂമൻ ചാനൽസ്. മനുഷ്യരാകുന്ന ചാനലുകളിലൂടെ നമ്മിലേക്ക് ദൈവത്തിൽ നിന്നുള്ള പ്രൊവിഷൻ എത്തിച്ചേരും. ഗോഡ് ഈസ് ദ സോഴ്സ്. ആർക്കും തർക്കമില്ല. ദൈവമാണ് സകലത്തിൻ്റെ ഉറവിടം. ഒന്ന് പറഞ്ഞേ, ദൈവമാണ് എൻ്റെ ഉറവിടം. ഗോഡ് ഈസ് മൈ സോഴ്സ്. പറഞ്ഞേ, ഗോഡ് ഈസ് മൈ സോഴ്സ്. ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, കർത്താവിൻ്റെ ഇടയനാകുന്നു. മീനിങ് ദ ലോർഡ് ഈസ് മൈ സോഴ്സ്. കർത്താവിൻ്റെ ഉറവിടമാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ബട്ട് പീപ്പിൾ ആർ ഓഫ്റ്റൻ ദ വെസൽസ് ത്രൂ വിച്ച് he releases his supply. എന്നാൽ ജനങ്ങളിലൂടെയാണ് പലപ്പോഴും, ജനങ്ങളാകുന്ന പാത്രങ്ങളിലൂടെ, ജനങ്ങളാകുന്ന ചാനലുകളിലൂടെയാണ് പലപ്പോഴും ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നത്. ദൈവം പലരെയും അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പലതും പല ആളുകളും തന്നതല്ലേ, പല ആളുകളിലൂടെ വന്നതല്ലേ. ഇനി His sovereignty, that means in His sovereignty, in God's sovereignty, He chooses to use relationships, connections and partnerships to deliver provision, promotion and destiny breakthroughs. ദൈവം ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ചാൽ, നമ്മുടെ ബന്ധങ്ങളിലൂടെയും നമ്മുടെ പങ്കാളിത്തങ്ങളിലൂടെയും കർത്താവ് നമുക്ക് വേണ്ട, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള ഉയർച്ചകൾ, നമുക്ക് ലക്ഷ്യത്തിലേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ദൈവം നൽകി തരും. ദൈവം ഒരു മിസ്റ്റീരിയസ് വേസിലാണ് അത് പ്രവർത്തിക്കുന്നത്. സോ യു കൻ ക്ലെയിം ടു ലവ് ഗോഡ് ആൻഡ് ഐസൊലേറ്റ് ഫ്രം ദ പീപ്പിൾ ഹി വാണ്ട്സ് ടു യൂസ് ടു ബ്ലെസ് യു. ഈ ചിലരൊക്കെ പറയും, എനിക്ക് ദൈവത്തിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന, അല്ലാതെ ഒരു മനുഷ്യരിൽ നിന്ന് എനിക്ക് ഒരു സാധനവും വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. എനിക്കൊന്നും വേണ്ട, എനിക്ക് ആരുടെ സഹായം എനിക്ക് വേണ്ട. ഞാനൊരു ഭയങ്കര ദുരഭിമാനിയായിരുന്നു. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് രക്ഷിക്കപ്പെട്ടു, പക്ഷേ ഭയങ്കരമായ സ്ട്രഗിൾസിലൂടെ പോവുകയാണ്. ഫീസ് കൊടുക്കാൻ പൈസയില്ല, പുസ്തകം പഠിക്കാൻ പൈസയില്ല, ഇങ്ങനെയൊക്കെ പോകുന്ന കാലഘട്ടത്തിൽ, കോളേജിലാണ് ആ സമയത്ത്. ഞാനന്ന് പൊയ്ക്കൊണ്ടിരുന്ന കൂട്ടായ്മ, ഒരു കൊച്ചു കൂട്ടായ്മയിൽ പാസ്റ്ററുണ്ട്, ഒരു കൂട്ടം വിശ്വാസികളുണ്ട്. അപ്പോൾ ഒരു ദിവസം എൻ്റെ അവസ്ഥ മണത്തറിഞ്ഞിട്ടാവണം, അതിലൊരു വളരെ വെൽത്തി ആയിട്ടുള്ള ഒരു അമ്മാമയുണ്ടായിരുന്നു. വളരെ വെൽത്തി ആയിട്ടുള്ളൊരു ലേഡി. ഒരു ദിവസം സഭായോഗത്തിന് ശേഷം ഈ സഭാ ഹാളിൻ്റെ പുറകിലേക്ക് എന്നെ വിളിച്ചുകൊണ്ടുപോയി.
എന്നിട്ട് പറഞ്ഞു, ഡാമിയൻ എന്നാ ആവശ്യം, ഞാൻ കേട്ടല്ലോ പഠിക്കാൻ ഫീസ് കൊടുക്കാനൊന്നും കാശില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതിലടി അങ്ങ് പോയി. എന്നിട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചപ്പോഴേക്കും ഡാമിയൻ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലെന്നാണല്ലോ പറഞ്ഞു. ഓക്കെ, എന്നാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാതെ വല്ലാത്ത ഒരു അനുഭവത്തിലൂടെ പോകുന്ന സമയത്താണ് ഇത് ചോദിച്ചത്. പക്ഷേ എൻ്റെ ദുരഭിമാനം നിമിത്തം നീ യെസ് പറഞ്ഞു, എനിക്ക് ആവശ്യമുണ്ടെന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. അവരെന്തെങ്കിലും ഒരു ഹെൽപ്പ് തന്നേനെ. ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഒരാളുടെ കയ്യിൽ നിന്നൊരു സാധനം മേടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. പിന്നീട് ദൈവം എന്നെ കുറേശ്ശെ പഠിപ്പിക്കാൻ തുടങ്ങി. ദുരഭിമാന കർത്താവ് ചെത്താൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വന്നത്, നമ്മിൽ പലർക്കും ഒരു കാര്യം അറിഞ്ഞുകൂടാ. ദൈവം എല്ലാത്തിൻ്റെ ഉറവിടമാണ്, ദാതാവാണ്. ഹീസ് എ സപ്ലയർ ആൻഡ് ഹീസ് എ സോഴ്സ്. പക്ഷേ പലപ്പോഴും ദൈവത്തിനെ ചാനലൈസ് ചെയ്യുന്നത് മനുഷ്യരിലൂടെയാണ്. എപ്പോഴും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് നല്ലത്. അന്നും ഇന്നും അങ്ങനെ തന്നെ. എന്നാൽ പലപ്പോഴും ദ പവർ ഓഫ് റിസീവിങ് എന്നൊരു പ്രിൻസിപ്പിളുണ്ട്. നമ്മൾ വാങ്ങുന്നതിന് ഒരു ശക്തിയുണ്ട്. ഉദാഹരണത്തിന്, ഒത്തിരി പേർക്ക് പറ്റുന്നൊരു ഭയങ്കരമായൊരു പ്രശ്നമാണ്, രക്ഷ സൗജന്യമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. എനിക്ക് വേണ്ട, ഞാൻ നല്ലതായിട്ട് വിശുദ്ധിയിൽ ജീവിച്ച് പുണ്യം ചെയ്ത് ഞാൻ സ്വർഗത്തിൽ പോകും എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവന് സ്വർഗമേ ഇല്ല. കാരണം എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമായതുകൊണ്ട് ദൈവം നൽകുന്ന സൗജന്യമായ രക്ഷയിലൂടെ മാത്രമേ നമുക്കിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. അവിടെ ദുരഭിമാനം മാറ്റിവെച്ചാൽ മാത്രമേ ദ പവർ ഓഫ് റിസീവിങ് ഇറ്റേണൽ സാൽവേഷൻ. അതുപോലെയല്ല. ഓക്കെ, സോ എവറി ഡെസ്റ്റിനി ഇൻക്ലൂഡ്സ് ഡിവൈൻ റിലേഷൻഷിപ്സ്. മറക്കരുത്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആത്യന്തികമായി നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് പോകുന്ന കാര്യത്തിൽ ഡിവൈൻ റിലേഷൻഷിപ്സ് ഇൻവോൾവ് ആണ്. ഒരിക്കലും ആർക്കും ഒറ്റയ്ക്ക് എത്തിച്ചേരേണ്ട ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. വി നീഡ് എ ലോട്ട് ഓഫ് ഹെൽപ്പ് ഫ്രം അതേഴ്സ്. ഒത്തിരി പേര് നമ്മളെ സഹായിക്കണം. സോ ഗോഡ് യൂസസ് പീപ്പിൾ ആസ് ഹിസ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് പ്രൊവിഷൻ. നമുക്ക് പലതും സപ്ലൈ ചെയ്യുന്നതിൽ മനുഷ്യരെ ഉപയോഗിക്കും. അയ്യോ, മനസ്സിലായെങ്കിൽ ഒരു ആമേനൊന്ന് ലൈവ് ചാറ്റിലോ കമൻറ്റ് സെക്ഷനിലൊക്കെ ടൈപ്പ് ചെയ്തിടാമോ? എന്നാലേ ഞാൻ അടുത്ത് പറയൂ. ഗോഡ് യൂസസ് പീപ്പിൾ ആസ് ഹിസ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് പ്രൊവിഷൻ. നമുക്ക് പലതും എത്തിച്ചു തരുന്നതിൽ ദൈവം പലരെയും ഉപയോഗിക്കും. സോ വെൻ ഗോഡ് വാണ്ട്സ് ടു ബ്ലെസ് യു, ഹി ഓഫ്റ്റൻ ഇൻട്രൊഡ്യൂസസ് എ പേഴ്സൺ. ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കണം. അപ്പോൾ ദൈവം ഒരു പുതിയ അനുഗ്രഹമാണ് വേണ്ടതെങ്കിൽ പലപ്പോഴും ഒരു പുതിയ ഒരാളുമായി നിങ്ങളെ കണക്ട് ചെയ്യും. എന്നിട്ടാണ് ആ അനുഗ്രഹത്തെ നൽകുന്നത്. When the enemy wants to block you, he often sends a wrong person. എന്നാൽ ചില നന്മകൾ, ചില അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മുടക്കിക്കളയണമെങ്കിൽ ഒരു തെറ്റായൊരു മനുഷ്യനുമായി, തെറ്റായൊരു ലേഡിയുമായി, ഒരു വ്യക്തിയുമായി നിങ്ങൾ കണക്റ്റ് ആവും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒബ്സർവ് ചെയ്തു. ചില വ്യക്തികളുമായുള്ള ഫ്രണ്ട്ഷിപ്സ്, റിലേഷൻഷിപ്സ് തുടങ്ങിയ ശേഷം നിങ്ങൾ ഒത്തിരി നന്മകൾ ബ്ലോക്കായി. ഞാൻ ചിലരോട് ആത്മാവിൽ പറയുകയാണ്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സ്, റിലേഷൻഷിപ്സ്, പാർട്ട്ണർഷിപ്സ്, അസോസിയേഷൻസ്, അഫിലിയേഷൻസ് ദയവായി ശ്രദ്ധിക്കുക. തെറ്റായ ബന്ധങ്ങൾ നന്മകളെ ബ്ലോക്ക് ചെയ്യും. ചില ഭർത്താക്കന്മാർ ഇതുപോലെ തന്നെ ചില ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിലൊക്കെ ചെന്നുപെടുമ്പോൾ ഭാര്യമാരത് സെൻസ് ചെയ്യും. ഭാര്യമാർ പറയും, നോ, അയാളുമായി കൂട്ടുകൂടുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം, നമ്മുടെ പല നന്മകൾ പോകുന്നു, നമ്മുടെ വരുമാനം കുറയുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു. വേണ്ടട്ടോ, അത് നമുക്ക് വേണ്ടട്ടോ. അപ്പോൾ ഡിസേൺമെൻറ്റ് ഈസ് വൈറ്റൽ. ഇവിടെ നമ്മൾ വിവേചിക്കണം. ഈ ബന്ധം നല്ലതാണോ, ഈ ബന്ധം തെറ്റാണോ, വിവേചിക്കണം. സം റിലേഷൻഷിപ്സ് ആർ അസൈൻമെൻറ്റ്സ്, അതേഴ്സ് ആർ ഡിസ്ട്രാക്ഷൻസ്. നല്ല ചില ബന്ധങ്ങളുണ്ട്, ദൈവത്താൽ സംഭവിക്കുന്ന ബന്ധങ്ങൾ, അതിൽ നിന്ന് സപ്ലൈ വന്നുകൊണ്ടിരിക്കും. എന്നാൽ മോശം ബന്ധങ്ങളാണെങ്കിൽ അതുകൊണ്ട് സകലവും ചിതറിപ്പോകും. ചില ബിസിനസ് റിലേഷൻഷിപ്സ് നന്മകൾ കൊണ്ടുവരും, സപ്ലൈ കൊണ്ടുവരും. എന്നാൽ ചില ബിസിനസ് റിലേഷൻഷിപ്സ് മുടിയും, സകലവും തകർക്കും. അപ്പോൾ എക്ലീസിയാസ്റ്റസ് 4:9 സഭാപ്രസംഗിയുടെ പുസ്തകം 4:9 പറയുന്നത് 2 are better than 1.
എല്ലായ്പ്പോഴും ഒരാളേക്കാൾ രണ്ടാണ് നല്ലത്. ബിക്കോസ് ദേ ഹാവ് എ ഗുഡ് റിട്ടേൺ ഫോർ ദെയർ ലേബർ. അവർ ഒരുമിച്ച് അധ്വാനിച്ചാൽ ഭയങ്കരമായ പ്രോഫിറ്റ് ഉണ്ടാകും, നല്ല വരുമാനം ഉണ്ടാകും. ഓക്കെ, സോ പ്രൊവിഷൻ ഇൻക്രീസസ് ത്രൂ പാർട്ട്ണർഷിപ്പ് ആൻഡ് കൊളാബറേഷൻ. നമുക്ക് വരുന്ന നന്മകളും അനുഗ്രഹങ്ങളും വർദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമ്പോൾ പങ്കാളിത്തത്തിലൂടെ, സഹവർത്തിത്വത്തിലൂടെയാണ്. നോ വൺ പ്രോസ്പേഴ്സ് ഇൻ ഐസൊലേഷൻ. ഒറ്റയ്ക്കിരുന്നുകൊണ്ട് ആരും അഭിവൃദ്ധി ഇന്ന് വരെ പ്രാപിച്ചിട്ടില്ല, കേട്ടില്ല. ഒറ്റയ്ക്കിരുന്ന ആരും അഭിവൃദ്ധി പ്രാപിച്ചിട്ടില്ലെന്ന്. ഈവൻ ജീസസ് ഹാഡ് 12 ഡിസൈപ്പിൾസ്. യേശു പോലെ ഈ ഭൂമിയിൽ വന്നപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ രക്ഷകനാണല്ലോ, ഞാൻ ലോകരക്ഷകൻ, ഇവരാരും രക്ഷകന്മാരല്ല, എനിക്ക് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ, എനിക്ക് ആരും വേണ്ട. നോ 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 നോ, ഹി സെലക്ടഡ് ദ 12. 12 പേരെ അവൻ തിരഞ്ഞെടുത്തു. 3 ക്ലോസ് ഫ്രണ്ട്സ്. അതിൽ തന്നെ 3 പേര് ഉറ്റ സഖികളായിരുന്നു. ദ ഇന്നർ കോർ ഓഫ് ജീസസ് എന്നറിയപ്പെടുന്നത് പീറ്റർ, ജെയിംസ് ആൻഡ് ജോൺ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇന്നർ കോറിൽപ്പെട്ടവർ. ആൻഡ് മെനി പാർട്ട്നേഴ്സ് ഇൻ ഹിസ് മിനിസ്ട്രി. സ്ത്രീകൾ ഉൾപ്പെടെ ഒത്തിരി പാർട്ട്നേഴ്സ് യേശുവിനുണ്ടായിരുന്നു. അതിലൂടെയാണ് യേശുവിനുള്ള സപ്ലൈ. ഉടുപ്പ്, ചെരുപ്പ്, യേശുവിന് കഴിക്കാനുള്ള ആഹാരം, യേശുവിൻ്റെ ശരീരത്തിൽ ഒഴിക്കുവാനുള്ള പെർഫ്യൂം, യേശുവിന് സഞ്ചരിക്കുവാനുള്ള കഴുതക്കുട്ടി, ഇങ്ങനെ എല്ലാം വന്നത് മിനിസ്ട്രി പാർട്ട്നേഴ്സിലൂടെയാണ്. മറക്കരുത്. ഇതുപോലെ ബിസിനസ് പാർട്ട്നേഴ്സിന് ആവശ്യമാണ്. ഇതുപോലെ എന്തിലും ജീവിതത്തിൽ പാർട്ട്നേഴ്സിന് ആവശ്യമാണ്. ഞാൻ ചില എക്സാമ്പിൾസ് പെട്ടെന്ന് പറയാൻ പോവാം. മാനവ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാരിൽ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ്, മോസ്റ്റ് പവർഫുൾ ഏലിയാവാണ്. എന്നാ മനുഷ്യനായിരുന്നു ഏലിയാവ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഭക്ഷിക്കാനില്ല ഒന്നും. ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തിന് ശാപ്പാടില്ല, ഭക്ഷണമില്ല. അപ്പോഴാണ് ദൈവം അദ്ദേഹത്തെ ദ വിഡോ ഓഫ് സാരഫാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് അയക്കുന്നു. ഞാനാണെ പോവില്ല, പോകാൻ മടിക്കും. നമ്മളാരും വിധവയായ ഒരു സ്ത്രീയുടെ അടുക്കൽ ചെന്നിട്ട് അവരുടെ ഭക്ഷണം മേടിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ, അതും ഇത്രയും വലിയ പ്രയാസത്തിലൂടെ പോകുന്ന പ്രയാസത്തിലൂടെ പോകുന്ന സമയത്ത്, അപ്പം നമ്മൾ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗോഡ് സപ്ലൈ കംസ് ത്രൂ അൺലൈക്ലി ഹാൻഡ്സ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലരുടെ കൈകരങ്ങളിലൂടെ ആയിരിക്കും ദൈവം ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നത്. 1 രാജാക്കന്മാർ 17:9 അവിടെ പറയുന്നു, ഐ ഹാവ് ഡയറക്റ്റഡ് എ വിഡോ there to supply you with food. ദൈവം തന്നെ അവനോട് പറയുക, ഞാൻ അവിടെ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ടോ നിനക്ക് ആഹാരം തരാൻ. സോ ഡെയിലി ടിഫിൻ അവിടെ നിന്ന് വരും, നീ പൊക്കോ. സോ ഈ സ്ത്രീ ആണെങ്കിൽ വളരെ ദരിദ്രയായ സ്ത്രീയായിരുന്നു. അവർ ഈ വിറക് പെറുക്കി അവിടെ ലാസ്റ്റ് മീൽ കഴിക്കാൻ പോവുക. ഇനി അവരുടെ വീട്ടിൽ ഒരു ഗ്രാന്യൂൾ ഫുഡില്ല. ഏറ്റവും അവസാനം അവശേഷിച്ചിരിക്കുന്ന ഒരല്പം മാവും ഒരല്പം എണ്ണയുണ്ട്. അത് രണ്ടും കൂടി അതൊന്ന് കുഴച്ച് ഒരു ബ്രെഡ് ഉണ്ടാക്കി താനും തൻ്റെ മകനും കൂടി കഴിച്ച് മരിക്കാൻ പോവുക. ഈ സിറ്റുവേഷനിലിരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്കാണ് ഭക്ഷണം കിട്ടാൻ വേണ്ടി വിടുന്നത്. ഓ മൈ ഗോഡ്, ഗോഡ്സ് വേസ് ആർ ഓൾവേസ് മിസ്റ്റീരിയസ്. ഹെയർ ഒബീഡിയൻസ് റിലീസ്ഡ് മൾട്ടിപ്ലിക്കേഷൻ. എന്നാൽ ഈ സ്ത്രീ അനുസരിച്ചു, ഈ പ്രവാചകനും അനുസരിച്ചു. 2 പേർക്കും അനുഗ്രഹം. അപ്പോൾ പാർട്ട്ണർഷിപ്പിലൂടെ 2 പേരും അനുഗ്രഹിക്കപ്പെടും. ഒരാൾക്ക് കൊടുക്കുന്നു, ഇയാൾക്ക് നഷ്ടം, അയാൾക്ക് ലാഭം. നോ, ഈ കൊടുത്ത ആൾക്ക് അനേക മടങ്ങായി തിരിച്ചു കിട്ടും. അനുഭവിച്ച ആൾ മറ്റേയാളെ അനുഗ്രഹിക്കുന്നു. പക്ഷേ ഇൻ റിട്ടേൺ അയാൾക്കും പിന്നീട് മറ്റുള്ളവരെ അനുഗ്രഹിക്കാനുള്ള വഴിയും കർത്താവ് തുറക്കും. ഓൾറൈറ്റ്, സോ ഗോഡ് ക്യാൻ യൂസ് ദ ലീസ്റ്റ് ലൈക്ലി പേഴ്സൺ ടു മീറ്റ് യുവർ ഗ്രേറ്റസ്റ്റ് നീഡ്. നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം നിറവേറേണ്ടതിന് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തൊരു വ്യക്തിയിലൂടെ കർത്താവ് പ്രവർത്തിച്ചെന്നിരിക്കും. കൈ ഉയർത്തി ഒന്ന് സ്വീകരിച്ചേ, നിങ്ങൾക്കൊക്കെ വേണ്ടി എന്തൊക്കെയോ കർത്താവ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ നെവർ ഡെസ്പൈസ് ദ ഹാൻഡ്സ് ഗോഡ് ചൂസസ്. ദൈവം തിരഞ്ഞെടുക്കുന്ന കരങ്ങളെ ഒരിക്കലും അവജ്ഞയോടെ കാണരുത്, വെറുപ്പോടെ വീക്ഷിക്കരുത്. ഇനി ചില സമയത്ത് അധികാരത്തിലിരിക്കുന്നവരിലൂടെ സപ്ലൈ വരും. ഉദാഹരണത്തിന് ജോസഫിന് ദൈവം ഒരു അധികാരത്തിൽ കൊണ്ടുപോയി ആക്കി വെച്ചു. ഉൽപ്പത്തി പുസ്തകം 45:7 ആൻഡ് ഗോഡ് സെൻസ് മീ ബിഫോർ യു ടു പ്രിസർവ് ഫോർ യു എ റെമനന്റ് ഓൺ എർത്ത് ആൻഡ് ടു സേവ്
യുവർ ലൈഫ്സ് ബൈ എ ഗ്രേറ്റ് ഡെലിവറൻസ്. നിങ്ങളൊക്കെ വിടുവിച്ച് നിങ്ങൾക്ക് വേണ്ടതൊക്കെ കരുതാൻ വേണ്ടിയിട്ട് ദൈവം എന്നെ മുമ്പേ അയച്ചു എന്നാണ് യോസഫ് പറയുന്നത്. ചുരുക്കി പറഞ്ഞ് യോസഫിൻ്റെ സഹോദരങ്ങൾക്ക് ഒരു ഹെൽപ്പ് കിട്ടിയത് എങ്ങനെയാണ്? അധികാരത്തിലുള്ള തൻ്റെ ഒരു സഹോദരനിലൂടെയാണ്. ഇതുപോലെ ചില സമയത്ത് അധികാരത്തിലിരിക്കുന്നവരിലൂടെയും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ആവശ്യമുള്ളത് തരും. സോ സംടൈംസ് ഗോഡ് വിൽ പൊസിഷൻ സമ്മൺ ഇൻ ഇൻഫ്ലുവൻസ് ഫോർ യുവർ സേക്ക്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാളെ കൊണ്ടുപോയി ദൈവം ഒരു അധികാരത്തിലിരുത്തും. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയി കർത്താവ് ഒരു പൊസിഷനിൽ ഇരുത്തിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറയും. ഇത് രണ്ടും നടക്കാം. എന്തായാലും ദൈവത്തിൻ്റെ പദ്ധതികൾ ഭയങ്കരമാണ്. ഇനി അടുത്തൊരാളെ കാണിച്ചു തരാം. ദ ശൂനമൈറ്റ് വുമൺ, ശൂനേംകാരി. അവൾ ഒരു വലിയ ജനറോസിറ്റിയിലൂടെ മഹാമനസ്കതയിലൂടെ ആണ് 2 രാജാക്കന്മാർ 4:10 ലെറ്റ്സ് മേക്ക് എ സ്മോൾ റൂം ഓൺ ദ റൂഫ് ആൻഡ് പുട്ട് ഇൻ ഇറ്റ് എ ബെഡ്, എ ടേബിൾ, എ ചെയർ ആൻഡ് എ ലാമ്പ് ഫോർ ഹിം. ഈ വഴിയിലൂടെ ഇങ്ങനെ ഒരു ദൈവപുരുഷൻ പോകുന്നുണ്ട്. ആൾക്കിടയ്ക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മുകളിൽ ഒരു മുറി പണിയണം. വീടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. ഒരു മുറി ഇവിടെ പിടിക്കണം. എന്നിട്ട് അവിടെ ഒരു കിടക്കയും ഒരു മേശയും ഒരു കസേരയും ഒരു വിളക്കും വെച്ച് കൊടുക്കണം. നല്ലൊരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കുക. ദൈവപുരുഷനാണ്. അദ്ദേഹം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ഒന്ന് വിശ്രമിക്കുകയും ചെയ്ത് അദ്ദേഹം ശുശ്രൂഷയ്ക്ക് പോകട്ടെ. ഇങ്ങനെ ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ശുശ്രൂഷയിലുള്ള ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു. അല്ലെങ്കിൽ വലിയ ഞെരുക്കത്തിലിരിക്കുന്നവരോട്, ആവശ്യത്തിലിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നത് ദൈവകൃപയിൽ നിൽക്കാമെങ്കിൽ, വിശ്വസിച്ച് നിൽക്കാമെങ്കിൽ, ചിലർ റിച്ചായിട്ടുള്ള ചിലർ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ജനറോസിറ്റിയോടുകൂടെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും. സോ ഇവിടെ ഏലീശയുടെ കാര്യത്തിലാണ് ഇങ്ങനൊരു കാര്യം ഈ ശൂനേംകാരിയിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നു. അങ്ങനെ വലിയ ഒരു ക്ഷാമം വന്ന സമയത്ത് ഏലീശയുടെ വാക്ക് അവളെ പോറ്റി. ചുരുക്കി പറഞ്ഞാൽ അതിൽ നിന്നുള്ള ഗുണപാഠം ഇത്രയേ ഉള്ളൂ. വെൻ യു പാർട്ണർ വിത്ത് ഗോഡ് സെർവൻസ് യു പൊസിഷൻ യുവർ സെൽഫ് ഫോർ സൂപ്പർ നാച്ചുറൽ സപ്ലൈ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവപുരുഷന്മാർ സാധാരണ മനുഷ്യരാണ്. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യന്മാരാണ്. പാസ്റ്റർ ആയിക്കോട്ടെ, ഇവാഞ്ചലിസ്റ്റ് ആയിക്കോട്ടെ, അപ്പസ്തോലനായിക്കോട്ടെ, പ്രവാചകനായിക്കോട്ടെ, സുവിശേഷകനായിക്കോട്ടെ, ഉപദേഷ്ടാവ്, എല്ലാ സാധാരണ മനുഷ്യരാണ്. പക്ഷെ ദൈവം അവരെ വിളിച്ചു, ദൈവരെ നിയോഗിച്ചു, ദൈവരെ അഭിഷേകം ചെയ്തു എന്ന കാരണത്താൽ ദൈവത്തിൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ് അവരുടെ മേൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ദൈവപുരുഷനുമായി നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ വന്നാൽ, അദ്ദേഹത്തെ സഹായിച്ചാൽ, അദ്ദേഹത്തിൻ്റെ മേൽ ഇരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു പങ്ക് നിങ്ങളിലേക്ക് പോരും. ഞാൻ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഒത്തിരി അഭിഷിക്തന്മാരുമായി ഇതുപോലെ അസോസിയേറ്റ് ചെയ്യാനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സപ്ലൈ ചെയ്യാനും കർത്താവ് പലപ്പോഴും എനിക്ക് കൃപ തന്നു. എൻ്റെ ഗുണം അനുഭവിച്ചത് നമ്മളും നമ്മളുടെ മിനിസ്ട്രിയും നമ്മുടെ കുടുംബങ്ങളുമാണ്. കാരണം അവരുടെ മേൽ പകർന്നിട്ടുള്ളത് നമ്മുടെ മേൽ പകരപ്പെടുന്നു. ഇതാണ് ഈ സാരഫാത്തിലെ സ്ത്രീക്ക് സംഭവിച്ചത്. ലാസ്റ്റ് മീലാണ്, അതോടുകൂടി തീരുകയാണ്, ജീവിതം ഇനി മുമ്പോട്ടില്ല. ആ സ്ഥിതിയിലാണ് ഒരു ദൈവപുരുഷനെ സഹായിക്കുന്നത്. എന്ത് സംഭവിച്ചു? ഒരു വർധനമുണ്ടായി. അവളുടെ പാത്രത്തിലുണ്ടായിരുന്ന മാവ് ഒരിക്കലും ക്ഷാമം തീരുവോളം കുറഞ്ഞില്ല. അതുപോലെ അവളുടെ ജാറിലുണ്ടായിരുന്ന എണ്ണ ഒരിക്കലും തീർന്നു പോയില്ല. ഇതുപോലെ തന്നെ ശൂനേംകാരുടെ കാര്യത്തിൽ, ഏലീശയുടെ കാര്യത്തിൽ അവൾക്ക് വേണ്ടി വലിയ മിറക്കിൾസ് കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുത്ത് വലിയ അത്ഭുതങ്ങൾ ചെയ്തു. ഡേവിഡിൻ്റെയും ജോനാഥൻ്റെയും കാര്യത്തിൽ ഒരു കവനന്റ് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. ജോനാഥൻ രാജകുമാരനാണ്. ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടെങ്കിലും ആട്ടിടയനെ പോലെ നടക്കുവാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള ബന്ധത്തിലൂടെ ഒരു വലിയ ബ്ലെസ്സിങ്. 1 ശമൂവേൽ 20:42 വായിക്കുമ്പോൾ ഗോ ഇൻ പീസ് ഫോർ വി ഹാവ് സോൺ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഈച്ച് അതർ ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്. ഒരു വലിയ പാർട്ട്ണർഷിപ്പിലേക്ക് അവർ വന്നു. അതിലൂടെ ത്രൂ ജോനഥൻ ഡേവിഡ് വാസ് സസ്റ്റെയിൻഡ് ആൻഡ് സ്ട്രെങ്തൻഡ് ഇൻ ഹിസ് വെയിറ്റിംഗ് സീസൺ. ദാവീദിൻ്റെ കാലത്ത് ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു വെയിറ്റിംഗ് സീസൺ ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ദൈവം വാഗ്ദത്തങ്ങളൊക്കെ തന്നിട്ടുണ്ട്, രാജാവാക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ രാജാവാകുന്നില്ല. എത്ര വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുക. പക്ഷേ ആ വെയിറ്റിംഗ് പീരീഡിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള പല കാര്യങ്ങളുടെ സപ്ലൈ വന്നത് ജോനാഥാനിലൂടെയാണ്. എന്തുകൊണ്ട്? അദ്ദേഹവുമായിട്ടുള്ള ഒരു വലിയ
പാർട്ണർഷിപ്പ്. അതിനെക്കുറിച്ച് പറയുന്നത് കളത്ര പ്രേമത്തെക്കാൾ വലുതല്ലോ നിൻ്റെ സ്നേഹം എന്ന് വെച്ചാൽ ജോനാഥാന് ദാവീദിനോടുണ്ടായിരുന്ന ആ സ്നേഹം ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹത്തെക്കാൾ വലിയ സ്നേഹം. അവരുടെ ഹൃദയങ്ങൾ അങ്ങ് ഒട്ടിച്ചേർന്നു. അവർ ഭയങ്കര ബഡീസായിട്ട് മാറി, കവനൻ പാർട്ട്നേഴ്സായിട്ട് മാറി. അതിലൂടെ ഒരു ഭയങ്കരമായ സപ്ലൈ ആർക്കുണ്ടായി? ദാവീദിനുണ്ടായി. കാരണം ദാവീദിൻ്റെ അവസ്ഥ അന്ന് അങ്ങനെയാണ്, ആരുമല്ലാതായിരിക്കുന്ന അവസ്ഥ. അഭിഷേകമുണ്ട്, പക്ഷേ എങ്ങും എത്തിച്ചേർന്നിട്ടില്ല. വിളിയുണ്ട്, പക്ഷേ കാര്യം കട്ടപ്പുക എന്ന് നമ്മുടെ നാട്ടിൽ പറയില്ല, അതുപോലത്തെ അവസ്ഥയിലാണ് ജോനാഥാൻ വന്ന് തന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി പൗലോസിൻ്റെ ജീവിതം എടുക്കുവാണെങ്കിൽ തനിക്ക് ഇതുപോലെ ഒത്തിരി മിനിസ്ട്രി പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അവരിലൂടെയാണ് തനിക്ക് ആവശ്യമുള്ളതല്ല. ചില സമയത്ത് താൻ അധ്വാനിച്ചു. ഫിലിപ്പ് ലേഖനം വായിക്കുമ്പോൾ 4:16 യു സെൻസ് മീ എയ്ഡ് ഹെൽപ്പ് മോർ ദൻ വൺസ്, ഫൈനാൻഷ്യൽ ഹെൽപ്പ് മോർ ദൻ വൺസ് വെൻ ഐ വാസ് ഇൻ നീഡ്. ഞാൻ ആവശ്യത്തിലിരുന്ന സമയത്ത് ഒന്നിലധികം പ്രാവശ്യം, പല പ്രാവശ്യം നിങ്ങൾ എനിക്ക് സഹായം എത്തിച്ചു തന്നു. അപ്പോൾ ഈ മിനിസ്ട്രി പാർട്ട്നേഴ്സ് നമുക്ക് വളരെ ആവശ്യമാണ്. ബ്ലെസ്സിങ് ടുഡേ ഇന്ന് വേൾഡ് വൈഡ് അനേകരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കാൻ കാരണം നിങ്ങളെപ്പോലെയുള്ള പാർട്ട്നേഴ്സാണ്. ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമുകളും നമ്മുടെ പ്രോജക്റ്റുകളും സ്പോൺസർ ചെയ്ത എല്ലാ സൺഡേയും നമ്മുടെ ലൈവ് ടെലികാസ്റ്റ് തുടങ്ങിയുള്ള നമ്മുടെ മിനിസ്ട്രികളെല്ലാം സ്പോൺസർ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾ കേട്ട് കാണും. ഓ മൈ ഗോഡ്, ഈ മൊത്തത്തിലുള്ള നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ വലിയ ഒരു 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 സമൂഹത്തെ എടുത്താൽ അതിൽ മിക്ക പേരെ ഇന്ന് ഞാൻ കണ്ടിട്ട് പോലുമില്ല ആയുസിൽ. പക്ഷെ ലോകരാജ്യങ്ങളിൽ അവരിരുന്നു കൊണ്ട് ഈ ബ്ലെസ്സിങ് ടുഡേയുടെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ്. പ്രതിഫലം കർത്താവ് കൊടുത്തിരിക്കും. കാരണം ബ്ലെസ്സിങ് ടുഡേ അല്ല അവർ സപ്പോർട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിലിരിക്കുന്ന മഹാപുരോഹിതനായ യേശുവിനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കിങ്ഡം പാർട്ട്ണർഷിപ്പാണ്. അതുകൊണ്ട് അവരെയും അവരുടെ മക്കളെയും തലമുറകളായി അനുഗ്രഹിക്കും. മാത്രമല്ല നിത്യത്തിൽ ചെല്ലുമ്പോൾ ഈ പാർട്ട്നേഴ്സ് മീറ്റൊക്കെ അവിടെയും നടത്താം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ബ്ലെസ്സിങ് ടുഡേയുടെ പാർട്ട്നേഴ്സിനൊക്കെ അവിടെ വീണ്ടും കാണും. അന്ന് ബ്ലെസ്സിങ് ടുഡേയുടെ ചില എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത ആ എപ്പിസോഡ് കണ്ടായിരിക്കും ചിലർക്ക് രോഗസൗഖ്യമുണ്ടായത്, മെൻ്റൽ പ്രോബ്ലം മാറിയത്, കുടുംബജീവിതം ശരിയായത്. ഇങ്ങനെ എന്തെല്ലാം നടക്കുന്നു. സോ പൗലോസിന് ഇതുപോലെ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അവരിലൂടെയാണ് പലതും നടന്നുകൊണ്ടിരുന്നത്. സോ എവ്രി ഡിവൈൻ വിഷൻ റിക്വയർസ് ഡിവൈൻ പാർട്ട്നേഴ്സ്. ദൈവികമായ ദർശനമുണ്ടോ ആ ദർശനത്തിന് പങ്കാളികളെ ആവശ്യമുണ്ട്. സോ നമ്മളൊക്കെ പാർട്ട്ണർഷിപ്പിലാണ് ജീവിക്കുന്നത്. എൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമാണ്, നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. ഇങ്ങനെ മാത്രമേ നമ്മുടെ ശുശ്രൂഷയും കാര്യങ്ങളും മുന്നിലേക്ക് പോവുകയുള്ളൂ. സോ പാർട്ട്ണർഷിപ്പ് ടേൺസ് കോളിംഗ് ഇൻ ടു കണ്ടിന്യൂറ്റി. നമ്മുടെ മേലുള്ള വിളിയെ തുടർമാനമായി നടത്തിക്കൊണ്ടു പോകുന്നത് പാർട്ട്ണർഷിപ്പിലൂടെയാണ്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഒരു ദിവസം ഭയങ്കരമായ ഒരു ഹീലിംഗ് ക്രൂസേഡ്, മിറക്കിൾ ക്രൂസേഡ് ഒരു വലിയ പുൽത്തകിടിയിൽ നടക്കുമ്പോൾ ഒരു ചെറുബാലൻ 5 അപ്പവും 2 മീനും അവൻ്റെ മമ്മി പാക്ക് ചെയ്ത് കൊടുത്തത് ആൻഡ്രൂ വഴി അല്ലേ, അന്ത്രയോസ് വഴി യേശുവിൻ്റെ കയ്യിലെത്തിയപ്പോൾ, ഓ മൈ ഗോഡ്, ആ പാർട്ട്ണർഷിപ്പിലൂടെ ആയിരങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അവിടെ നടന്ന രോഗസൗഖ്യങ്ങളുടെ ഒരു സാക്ഷ്യവും ബൈബിളിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. പകരം ഹൈലൈറ്റ് ഇതാണ്: ഒരു ചെറുബാലൻ്റെ 5 അപ്പവും 5 മീനും ആയിരങ്ങളെ പോഷിപ്പിച്ചതാണ് റെക്കോർഡ് ചെയ്യപ്പെട്ട മിറക്കിൾ. താല്പര്യമുണ്ടോ? ഈ ബ്ലെസ്സിങ് ടുഡേയുടെ ഇതുപോലുള്ള ഒത്തിരി പ്രോജക്റ്റുകളിൽ പാർട്ട്ണർഷിപ്പ് നടത്തുമ്പോൾ ഒരുപക്ഷെ മില്യൺസിന് ഒരു അനുഗ്രഹമായത് മാറാൻ താല്പര്യമുണ്ടോ? നൗ when you bring your little into God's hands, He multiplies it through people. നിങ്ങളുടെ കയ്യിലുള്ള ആ കൊച്ചു ദാനങ്ങൾ, കൊച്ചു ഗിഫ്റ്റുകൾ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അത് ജനങ്ങളിലൂടെ ഒരു വലിയ അനുഗ്രഹമായി മാറുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ജനങ്ങളിലൂടെ ഇവർക്ക് അനുഗ്രഹമുണ്ടാകട്ടെ, ആവശ്യമുള്ളത് വരട്ടെ. അതുപോലെ കർത്താവിൻ്റെ വേലയ്ക്ക് ആവശ്യമുള്ളത് വരട്ടെ. ഇങ്ങനെ പാർട്ട്ണർഷിപ്പിലൂടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ, പരസ്പരം അനുഗ്രഹമാകാനും സഹായിക്കണം. ജനത്തെ അനുഗ്രഹിക്കുന്നു. രോഗികൾ കൈനീട്ടി പിടിക്കുക. സാമ്പത്തിക ആവശ്യങ്ങളോ മറ്റേത് ആവശ്യത്തിലും ഇരിക്കുന്നവർ കൈനീട്ടി പിടിക്കുക. കർത്താവ് യേശുവിൻ നാമത്തിൽ വലിയ ബ്രേക്ക് ത്രൂസ് ഉണ്ടാകട്ടെ. രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. നട്ടെല്ല് സൗഖ്യമാകട്ടെ.
ജോയിൻറ്റുകൾ സൗഖ്യമാകട്ടെ, സ്കിൻ ഡിസീസുകൾ മാറിപ്പോട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ഒരു വലിയ ബ്ലെസ്സിങ് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. 3 ദിവസങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ച് അടുത്ത 3 ദിവസങ്ങൾ സംസാരിക്കും. എൻ്റെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ ടുമോറോ. ബൈ ബൈ.